അഭിമിസാണ്. നമ്മളിതാ ലിവിങ് ക്രിയേച്ചേഴ്സ് ആൻഡ് ഇറ്റ്സ് സറൗണ്ടിങ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ അടിപൊളിയായിട്ട് പഠിച്ചു അല്ലേ. അപ്പൊ അതിൽ തന്നെ ഒരു ഇമ്പോർട്ടന്റ് പോർഷൻ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. വേറെ ഒന്നുമല്ല, നമുക്കറിയാം നമ്മൾ ശ്വസിക്കാറുണ്ട് അല്ലെ. നമ്മൾ ശ്വസിക്കുന്നതിനെ അല്ലെങ്കിൽ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതിന് നമ്മൾ എന്താ പറയാ, ഇൻസ്പിറേഷൻ എന്നാണ് പറയാ അല്ലെ. ദ പ്രോസസ് ഓഫ് ഇൻഹേലിംഗ് എയർ ഇസ് കോൾഡ് ഇൻസ്പിറേഷൻ. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതിന് നമ്മൾ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നു. അതുപോലെ ശ്വാസം പുറത്തേക്ക് വിടുന്നതിന് എന്താ പറയാ, എക്സ്പിറേഷൻ അല്ലെ. ദ പ്രോസസ് ഓഫ് എക്സേലിംഗ് എയർ ഇസ് കോൾഡ് എക്സ്പിറേഷൻ. അപ്പൊ ശ്വസിക്കാതെ നമുക്ക് ആർക്കും ജീവിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പൊ നമുക്ക് മാത്രമാണോ ശ്വസനം? ആനിമൽസ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവജാലങ്ങൾ മാത്രമാണോ ശ്വസിക്കുന്നത്? കുറേ അധികം ഇപ്പൊ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും പെറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. നമ്മുടെ ഡോഗ്സ് ഉറങ്ങാൻ നേരം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, അവരുടെ റിപ്കേജ് ഇങ്ങനെ ഉയരുന്നതും താഴുന്നതും നമുക്ക് കാണാൻ പറ്റും, ഒരു ശ്വാസം എടുക്കുന്നതിനനുസരിച്ചല്ലേ. അപ്പോൾ ബാക്കിയുള്ള എല്ലാ ക്രിയേച്ചേഴ്സും എന്ത് ചെയ്യുന്നുണ്ട്, ശ്വസിക്കുന്നുണ്ട്. ഈവൻ ക്യാറ്റ് ആയിക്കോട്ടെ, ഡോഗ് ആയിക്കോട്ടെ, ഈവൻ കൗ ആയിക്കോട്ടെ, ഇവരെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ശ്വസിക്കുന്നുണ്ട്. സോ ഇൻ ദ പ്രോസസ് ഓഫ് ബ്രീത്തിങ്, അതായത് നമ്മൾ ശ്വസിക്കുമ്പോൾ നമ്മളിതാ വായു ഉള്ളിലേക്ക് എടുക്കുകയാണ് അല്ലെ. ആ സമയത്ത് എന്താണ്, air moves from outside to inside to our body. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ പുറത്തു നിന്ന് എയർ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് കയറുകയാണ്. when we breathe out, എന്നാൽ നമ്മൾ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ എന്താ സംഭവിക്കുന്നത്, the air moves from inside to outside അല്ലെ. ശരീരത്തിന്റെ ഉള്ളിൽ നിന്ന് എയർ പുറത്തേക്ക് പോകുന്നു. അപ്പൊ ഇതാണ് ഇൻസ്പിറേഷനിലും എക്സ്പിറേഷനിലും നടക്കുന്നത്. സോ ബ്രീത്തിങ് എന്ന് പറയുന്നത് റെസ്പിറേഷന്റെ ഒരു ഭാഗമാണ്. റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ദ പ്രോസസ് ഓഫ് ഇൻഹേലിംഗ് ഓർ എക്സേലിംഗ് എയർ അല്ലെ. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു, അതുപോലെ തന്നെ നമ്മൾ പുറത്തേക്ക് വിടുന്നു. ഇതിനെയാണ് നമ്മൾ റെസ്പിറേഷൻ എന്ന് വിളിക്കുന്നത്. സോ നമ്മൾ പറഞ്ഞു ആനിമൽസ് അല്ലാന്നുണ്ടെങ്കിൽ മനുഷ്യന്മാര് മാത്രമാണോ ശ്വസിക്കുന്നത്? പ്ലാന്റ്സ് ശ്വസിക്കാറില്ലേ? പ്ലാന്റ്സ് ശ്വസിക്കാറുണ്ട് അല്ലെ. പക്ഷെ നമുക്ക് ശ്വസിക്കാനായിട്ട് എന്തുണ്ട്, നോസ്ട്രിൽസ് ഉണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഓപ്പണിങ്സ് ഉണ്ട്, നമുക്കത് കാണാൻ പറ്റും. പക്ഷെ പ്ലാന്റ്സിന്റെ കേസിൽ നമ്മൾ ആരെങ്കിലും മൂക്ക് കണ്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെയാണ് പ്ലാന്റ്സ് റെസ്പയർ ചെയ്യുന്നത്? പ്ലാന്റ്സ് എങ്ങനെയാണ് ഗേഷ്യസ് എക്സ്ചേഞ്ചിങ് പ്ലാന്റ്സ് എങ്ങനെയാണ് നടക്കുന്നത്? യെസ്, അത് ടൈനി ആയിട്ടുള്ള ഓപ്പണിങ്സ് ഉണ്ട്. ഓക്കെ, പ്ലാന്റ്സിലെ ചെറിയ ചെറിയ സുഷിരങ്ങൾ ഉണ്ട്. അതിനെ നമ്മൾ എന്താ വിളിക്കുക, സ്റ്റൊമാറ്റ എന്നാണ് വിളിക്കുക. സോ ലീവ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാം, സ്റ്റൊമാറ്റൽ ഓപ്പണിങ്സ് കാണാം. അപ്പൊ ഈ സ്റ്റൊമാറ്റ വഴിയാണ് പ്ലാന്റ്സിൽ എന്ത് നടക്കുന്നത്, ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. സോ കാർബൺ ഡയോക്സൈഡ് ഫ്രം എയർ ഈസ് ടേക്കൺ ത്രൂ ദ ടൈനി പോർസ് പ്രസന്റ് ഓൺ ദ സർഫസ് ഓഫ് ലീവ്സ്. ഇനി നമ്മൾ ഈ പറഞ്ഞ പോലെ ഫോട്ടോസിന്തസിസിന്റെ സമയത്താണെന്നുണ്ടെങ്കിൽ ഇവരെന്ത് ചെയ്യും, കാർബൺ ഡയോക്സൈഡ് ഉള്ളിലേക്ക് എടുക്കും, എന്നിട്ട് ഓക്സിജൻ പുറത്തേക്ക് വിടും. അല്ലാത്ത സമയത്ത്, നോർമൽ സമയത്ത് ഇവർ നമ്മളെ പോലെ തന്നെ ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കും, കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് വിടും. പക്ഷെ ഫോട്ടോസിന്തസിസിന്റെ സമയത്ത് മാത്രമാണ് ഇവരെന്ത് ചെയ്യുന്നത്, കാർബൺ ഡയോക്സൈഡ് പുറത്തുനിന്ന് എടുത്തിട്ട് ഓക്സിജൻ പുറത്തേക്ക് വിടുന്നത്. അപ്പൊ ഇതുപോലെയുള്ള ഗേഷ്യസ് എക്സ്ചേഞ്ച് ഒക്കെ നടക്കുന്ന ഏത് വഴിയാണ്, സ്റ്റൊമാറ്റ വഴിയാണ്. സോ ടൈനി ഓപ്പണിങ്ങിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, സ്റ്റൊമാറ്റ എന്ന് വിളിക്കുക. സോ there are tiny pores called stomata on the surface of leaves. ലീവ്സിന്റെ സർഫസിൽ ഇതുപോലെയുള്ള ടൈനി ആയിട്ടുള്ള ഓപ്പണിങ്സ് ഉണ്ട്. അത് നമ്മൾ എന്ത് വിളിക്കും, സ്റ്റൊമാറ്റ എന്ന് വിളിക്കും അല്ലെ. ദീസ് പോർസ് ഹെൽപ്പ് പ്ലാന്റ്സ് ഇൻ ടേക്കിംഗ് എയർ ഇൻ ആൻഡ് ഔട്ട്. അപ്പൊ ഈ പോർസ് ആണ് എയർ ഉള്ളിലേക്ക് എടുക്കാനും പുറത്തേക്ക് വിടാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ലിവിംഗ് ബീങ്സും എന്ത് ചെയ്യുന്നുണ്ട്, റെസ്പയർ ചെയ്യുന്നുണ്ട്. പ്ലാന്റ്സിലാണെന്നുണ്ടെങ്കിൽ ഈ ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത് സ്റ്റൊമാറ്റ വഴിയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. സോ ഈ ഒരു കാര്യങ്ങൾ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മിസ്സിന്റെ കുട്ടികൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക ആൻഡ് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെയുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.